Thank you, Jesus. धन्यवाद यीशु। എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. सभी अपने आंखों को परमेश्वर की उपस्थिति में बंद करें। ചില മിനിറ്റുകൾ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. कुछ क्षण परमेश्वर को धन्यवाद दीजिए। ആയുസ് നീട്ടി തന്ന ദൈവത്തിന്, जो परमेश्वर ने हमारे आयु को बढ़ा कर दिया, ആരോഗ്യം തന്ന ദൈവത്തിന്, वो परमेश्वर जिसने हमको आरोग्य दिया, സൗഖ്യം തന്ന ദൈവത്തിന്, वो परमेश्वर जिसने हमको चंगाई दिया, ആഹാരം തന്ന ദൈവത്തിന്, हमको भोजन दिया हुआ उस परमेश्वर ने, നമ്മുടെ സന്തോഷത്തെ എടുത്തു കളയാതെ ദിവസം തോറും അത് വർദ്ധിപ്പിച്ചു തന്ന ദൈവത്തിന്, और वो परमेश्वर जिसने हमारे आनंद को हटा नहीं दिया पर उसमें हर दिन जिसने बढ़ोतरी दिया, നമ്മുടെ കുടുംബത്തിനകത്ത് സമാധാനത്തെ പകർന്ന ദൈവത്തിന്, वो परमेश्वर जिसने हमारे परिवार के अंदर समाधान को दिया, നമ്മുടെ കഴിവ് കൊണ്ടല്ല ഇതൊന്നും കിട്ടിയത്, हमारे योग्यता के कारण नहीं हमने ये सब प्राप्त किया, അതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. वो सब परमेश्वर का दान है। ദാതാവിനെ ഉള്ളൂ അതിന്റെ മഹത്വത്തിന് യോഗ്യത. और जो दाता है, जो दान देता है, सिर्फ वो ही इस महिमा के योग्य है। അതുകൊണ്ട് നമ്മുടെ ആദരം കൊണ്ട് ആ മഹത്വം അവന് കൊടുത്താൽ इसके लिए हमारे मुंह को खोलकर उस परमेश्वर को धन्यवाद ആരും देंगे। മൗനമായിട്ടിരിക്കല്ലേ. कोई भी शांत नहीं बैठना, നിങ്ങളുടെ ആദരം കൊണ്ട് അവൻ അത് കൊടുത്താട്ടെ. आपके मुंह से उसको धन्यवाद दीजिए। ലോകത്തിന് സമാധാനം നഷ്ടപ്പെട്ടു, പക്ഷെ നിനക്ക് സമാധാനം നഷ്ടപ്പെട്ടില്ല. इस दुनिया में शांतता, समाधान कम हो गई, पर तेरा समाधान कभी कम नहीं हुआ। ലോകം മുഴുവൻ സന്തോഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, പക്ഷെ നിന്റെ വീട്ടിൽ ആ സന്തോഷം കുറഞ്ഞില്ല. और इस दुनिया में आनंद की कमी हो रही है, पर तेरे घर में कभी उस आनंद की कमी नहीं हुई। നിന്റെ ആദരം ഏറ്റവും കരുത്തോടെ അവന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കേണ്ട സമയമാണ്. और ये वो समय है जहां पर अपने मुंह को खोलकर सामर्थ रूप से उसको महिमा देना है आपको। നമ്മുടെ സ്തുതിയിൽ സന്തോഷിക്കുന്ന ഒരു ദൈവം, एक परमेश्वर जो हमारे स्तुतियों से आनंदित होता है, നമ്മുടെ ആദരം കൊണ്ട് അവന് കൊടുക്കുന്നതിൽ ഏറ്റവും തൃപ്തനാകുന്ന ദൈവം. और हमारे मुंह खोलकर हम जो देते हैं उससे तृप्त होने वाला परमेश्वर। ഈ പകലിൽ നീ അത് അവൻ അർപ്പിക്കുമ്പോൾ आज सुबह जब आप उसको दे रहे हो, ചില മേഖലകൾ നിന്റെ മുമ്പിൽ തുറക്കപ്പെടുക. आपके सामने कुछ स्तर खुल रहे हैं। ആസ്മനാദിയാദര കടക സാധുരാദിയ ആസ്മനാദിയാദല കടക സാധുരാദകൽ പ്രൗഢ അർദ്ധനാദിയാല കടക സാധുരാദിയ. ഊറബക സാധുരാദ പരിശുദ്ധനേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, हमारे स्वर्गीय पिता, അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തിന് നന്ദി പറയുന്നു. इस सुंदर समय के लिए हम आपको धन्यवाद देते हैं। അപ്പാ, ഈ 4 മാസത്തിലും ആരോഗ്യത്തോടെ, ബലത്തോടെ, സൗഖ്യത്തോടെ, ജീവനോടെ അങ്ങയെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് നൽകിയ അവസരത്തിന് നന്ദി. इस चौथे महीने में भी पूर्ण आरोग्य के साथ, चंगाई के साथ, सामर्थ के साथ आपको स्तुति देने का मौका मिला, इसके लिए धन्यवाद परमेश्वर। അപ്പാ,
ഒരു വ്യത്യസ്തതയുള്ള ആരാധന ആരാധിപ്പാൻ ഞങ്ങളെ നീ പ്രാപ്തരാക്കണമേ. परमेश्वर एक अलगपन का आराधना आपको देने के लिए आप हमको मदद करे परमेश्वर। നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിങ്ങൾക്ക് എന്തു പറയാൻ കഴിയുമോ ഈ നിമിഷം അവനോടത് പറഞ്ഞാട്ട്. और आपको परमेश्वर के प्रति कितना प्रेम है उसके आधार पर जो आप परमेश्वर से कहना चाहते हो वो आप भी आपके हृदय खोल कर നിങ്ങളുടെ कहिए। സ്നേഹം അവനോട് പ്രകടിപ്പിച്ചാട്ട്. आपका प्रेम उसके सामने प्रकट कीजिए। അപ്പാ पिता जीसस ഈ മഹാരാഷ്ട്രയിൽ जीसस ധാരാളം ജനം നിന്നെ ആരാധിക്കുന്നു. इस महाराष्ट्र में बहुत लोग आपकी आराधना करते हैं। പക്ഷെ ഇന്ന് പകലിൽ ഞങ്ങളുടെ ഒരു ആഗ്രഹം അങ്ങോട്ട് പറയട്ടെ. पर आज सुबह आज हम हमारी इच्छा आपको बताना चाहते हैं। അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിന്നെ ആരാധിപ്പാൻ ഞങ്ങളെ അവിടുന്ന് പ്രാപ്തരാക്കണം. उसमें से सब अलग होकर आपकी आराधना करने के लिए आप हमें मदद करें परमेश्वर। ഇന്ന് ഞങ്ങൾ കേട്ട വചനം അതല്ലേ, और आज जो हमने वचन सुना वो भी यही कहता है, അഡ്രസ് പാപിനീന്ന, हमारा एड्रेस जो है वो पापिनी है, പക്ഷെ ആരാധന വ്യത്യസ്തമായിരുന്നല്ലോ. पर उसका आराधना अलग था। ഞങ്ങൾ ആരുമായിക്കോട്ടെ, हम कोई भी हो जाए പക്ഷെ ഞങ്ങളുടെ ആരാധന വ്യത്യസ്തമാക്കണം. पर हमारा आराधना अलग रहना चाहिए परमेश्वर। ഞങ്ങളുടെ സ്തുതി വ്യത്യസ്തമാക്കണം. हमारा स्तुति अलग हो जाए परमेश्वर। ഞങ്ങളെ മുറ്റും നിന്റെ കരുത്തിൽ സമർപ്പിക്കുന്നു. हम पूर्ण तरीके से आपके हाथों में समर्पित ഞങ്ങളോട് करते हैं। സംസാരിച്ച ദൈവത്തിന് നന്ദി. हमसे बातें की हुआ उस परमेश्वर को धन्यवाद देते हैं। മഹത്വം അങ്ങേക്ക് महिमा आपको യേശുവിൻ നാമത്തിൽ തന്നെ. यीशु मसीह के नाम में आमेन आमेन आमेन। കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. प्रभु यीशु मसीह के नाम में आप सभी को प्रेम भरा वंदन। ബൈബിൾ ഒരു സ്ത്രീക്ക് കൊടുത്തിരിക്കുന്ന അഡ്രസ് പാപിനിയായ സ്ത്രീ. और वचन में उस स्त्री को जो नाम दिया है, व्यक्तित्व दिया है, वो पापिनी है। അവിടെ സ്ഥലമില്ല, അവിടെ പേരില്ല, വേറൊരു ഐഡന്റിറ്റിയും കൊടുത്തിട്ടില്ല. उसके बारे में और कोई परिचय या पहचान नहीं है, किस जगह से है कुछ नहीं, पर सिर्फ कहा गया है कि वो पापिनी है। പക്ഷെ അവൾ അർപ്പിച്ചതിന് ദൈവം ഏറ്റവും ഹയർ ലെവലാണ് കൊടുത്തത്. पर उसने जो वहां पर अर्पण किया उसको परमेश्वर ने श्रेष्ठ औदा दिया, അതിന്റെ പേരാ ഓണർ. और उसका नाम है आदर। അവിടെ സത്യത്തിൽ ആ സ്ത്രീയേക്കാൾ ശിമിയോനേക്കാൾ ഓണർ എന്താന്ന് കാണിച്ചത് നമ്മുടെ കർത്താവ്. आमेन। और वहां पर उस जगह पर स्त्री से ज्यादा, सिमेओन से ज्यादा यीशु मसीह ने दिखाया कि आदर क्या होता है। आमेन। ഞാൻ പറഞ്ഞ മനസ്സിലായോ? जो मैंने कहा कि आप समझ पा रहे हो? അവള് പാപിനി അല്ലെന്ന് യേശു പറഞ്ഞില്ല. यीशु मसीह ने ऐसा नहीं कहा कि वो पापिनी नहीं है। യേശു അവിടെ പറയുന്നത് അവള് പാപിനിയാന്ന് തന്നെയാണ്. यीशु मसीह वहां पर कह रहा है कि वो पापिनी है। നിങ്ങൾ ആ ഭാഗത്ത് ശ്രദ്ധിച്ചോ? उस भाग पर क्या आपने ध्यान दिया? അവിടുത്തെ രണ്ട്, ഞാൻ അതിനകത്ത് പ്രസംഗിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ ഈ രണ്ട് കാര്യം അതിനകത്തൊന്നും മനസ്സിലാക്കും. वहां से दो बातों को हमको समझना है। പഴയ നിയമം അനുസരിച്ച് पुराने करार के आधार पर ഒരുവൻ കുഷ്ഠരോഗിയാകണമെങ്കിൽ, अगर एक व्यक्ति जो है अगर कोढ़ी बनना है, ന്യായപ്രമാണ പ്രകാരം ഒരു കൂട്ടം പ്രമാണം തെറ്റിക്കുന്നവനാണ് കുഷ്ഠരോഗം വരുന്നത്. और न्याय व्यवस्था का एक झुंड भरा नियम उसका जो उल्लंघन करता है उसको ये कुष्ठ या कोढ़ी का रोग आता है। അതുകൊണ്ട് കുഷ്ഠത്തിന് പഴയ നിയമം ഇട്ടിരിക്കുന്ന പേര് പാപകുഷ്ഠം.
इसके लिए पुराने करार में ये कोड़ी को जो है, जो नाम दिया गया है वो पाप कोड़ी ऐसा लिखा गया है। പഴയ നിയമം അനുസരിച്ച് പാപം ന്യായപ്രമാണം തെറ്റിക്കുന്നു. और जो है पुराने करार के हिसाब से पाप न्याय व्यवस्था का उल्लंघन करना है। ഇപ്പൊ ന്യായപ്രമാണം ലംഘിക്കുന്ന, ഒന്നിലധികം ന്യായപ്രമാണങ്ങൾ ലംഘിക്കുന്ന ഒരാൾക്ക് വരുന്ന രോഗമാണ് കുഷ്ഠരോഗം. तो न्याय व्यवस्था के आधार पर एक से ज्यादा न्याय व्यवस्था का जो उल्लंघन करता है उसको ये कोड, ये रोग आता है। ഇവര് രണ്ടിൽ ആർക്കാണ് പാപക്ഷമ കിട്ടിയത്? इन दोनों में से किसको पाप का क्षमा प्राप्त हुआ? ഈ പാപിനിയായ സ്ത്രീക്ക് പാപക്ഷമ കിട്ടിയോ? ये पापिनी स्त्री जो थी उसको क्या उसके पाप का क्षमा मिला? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം നിങ്ങൾ. जो मैं कह रहा हूं वो ध्यान से सुनिए। ശിമയോന്റെ വീട്ടിൽ യേശു വരുമ്പോൾ सिमेओन के घर पर जब यीशु मसीह आ रहा है, ഇവൾ അപ്പോഴും പാപിയാ. वो स्त्री तभी भी पापिनी है। ശിമയോനപ്പ ആരാ? तो सिमेओन कौन था? പാപക്ഷമ കിട്ടിയ ആള്. वो व्यक्ति जिसको पाप का क्षमा मिल चुका है, ഇവൾക്ക് കിട്ടിയിട്ടില്ല. पर उस स्त्री को अभी तक प्राप्त नहीं हुआ है। നിങ്ങൾക്ക് മനസ്സിലായോ കാര്യം? समझ पाए आप? ഒരാളുടെ കുഷ്ഠം മാറണമെങ്കിൽ एक व्यक्ति का अगर कोड़ी को चंगाई होना है, അവന്റെ പാപം ക്ഷമിക്കപ്പെട്ടല്ലേ കുഷ്ഠം മാറത്തുള്ളൂ. उसका पाप का क्षमा मिला तो ही वो कोड में से उसको चंगाई मिल पाएगा। ശിമോൻ ആരായിരുന്നെന്നറിയാം? शिमेओन कौन था आप जानते हो? അവൻ ജനിച്ചത് കുഷ്ഠരോഗിയായിട്ടല്ല. वो जन्म से ही कोड़ी व्यक्ति नहीं था, ജനിക്കുന്ന ഉടനെ ഉണ്ടാകുന്ന രോഗമല്ല കുഷ്ഠരോഗം. और जन्म से ही आने वाला एक रोग नहीं है कोड, ന്യായപ്രമാണം തെറ്റിച്ചാൽ ഉണ്ടാകുന്ന രോഗമാണ് കുഷ്ഠരോഗം. पर न्याय व्यवस्था का जब उल्लंघन किया जाता है तभी कोड का रोग आता है। അന്ധത പോലെ, ചെകിടത പോലെ, പക്ഷപാതം പോലെ ഒരു രോഗമല്ല കുഷ്ഠം. और कोड़ी ये जो रोग है वो अंधापन या बहरापन इन रोगों के समान नहीं है। ജന്മന കുരുടനാകാം, जो है बचपन से ही हम अंधे रहेंगे, ജന്മന ചെകിടനാകാം, और जो है जन्म से ही हम बहरे भी हो सकते हैं, ജന്മന ഊമനാകാം. और जन्म से ही हम गूंगे रह सकते हैं। പക്ഷെ ജന്മന ഒരുത്തൻ കുഷ്ഠരോഗിയാകത്തില്ല. पर कोई भी व्यक्ति जन्म से कोड़ी नहीं बनता। പഴയ നിയമപ്രകാരം ന്യായപ്രമാണം തെറ്റിക്കുമ്പോഴാണ് അവൻ കുഷ്ഠരോഗിയാകുന്നത്. पुराने करार के आधार पर जब न्याय व्यवस्था का उल्लंघन होता है तभी वो व्यक्ति कोड़ के रोगी से बाधित होता है। നമ്മൾ 4 സുവിശേഷം പഠിച്ചാൽ जब हम 4 सुसमाचार को पढ़ेंगे, ഇവൻ സൗഖ്യമായതിനു ശേഷം പരീശനായെന്ന് എഴുതിയിട്ടുണ്ട്. ये व्यक्ति चंगाई को प्राप्त करने के बाद वो फरीसी बन गया। അപ്പൊ ഇവൻ പണ്ടാരായിരുന്നു? तो इसके पहले वो कौन था? അവൻ പരീശനായിരുന്നു. वो व्यक्ति फरीसी था, കുഷ്ഠരോഗം നിമിത്തം അതിനകത്തൊന്നും പുറത്താക്കപ്പെട്ടവനാ. और उसको कोड़ी का ये रोग आया, इसके लिए वो उस झुंड से बाहर निकाला गया था। അവൻ പള്ളിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, वो मंदिर से बाहर चला गया, സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. समूह से भी उसे बाहर निकाल दिया। പിടികിട്ടിയോ? क्या आप समझ पाए? ഇവൻ നേരത്തെ പള്ളിയിലായിരുന്നു, पहले वो मंदिर में था, ഇവൻ പരീശനായിരുന്നു. पहले वो फरीसी था, കുഷ്ഠരോഗം അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി. और कोड का जो रोग था उसे मंदिर से बाहर निकाल दिया। കുഷ്ഠരോഗം അവനെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കി. और कोड का रोग जो है उसे समूह से अलग कर दिया। ഇപ്പൊ 2 ഐഡന്റിറ്റി നിന്നും പുറത്താക്കപ്പെട്ടവനാ. तो 2 व्यक्तित्व के अंदर से इसे बाहर निकाल दिया गया है। ഒറ്റ പാപമോചനം കൊണ്ട് 2 ഐഡന്റിറ്റി ഇവന് തിരിച്ചു കിട്ടി. पाप के एक क्षमा से उसे दोनों व्यक्तित्व फिर से मिल गए। സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവൻ തിരിച്ചു സമൂഹത്തിലെത്തി. जो समूह से बाहर निकाल गया तो वो फिर से समूह में लौट आया, പുരോഹിതനെ കാണിച്ചപ്പോൾ അവൻ പരീശനായി. और पुरोहित को दिखाकर वो फिर से फरीसी बन गया। അവന്റെ വീട്ടിലെ യേശു വന്ന്. उस व्यक्ति के घर पे यीशु मसीह आया है। ഇപ്പോൾ അവൻ പാപിയല്ല, अभी वो पापी नहीं है,
കാരണം അവന്റെ പാപം മോചിച്ചത് പ്രവാചകനല്ല. क्योंकि उसका पाप को जो क्षमा दिया वो एक नबी ने नहीं दिया, അവന്റെ പാപം മോചിച്ചത് ഒരു പുരോഹിതനല്ല. उसके पाप की मुक्ति जो है एक पुरोहित ने नहीं दिया, അവന്റെ പാപം മോചിച്ചത് പാപം മോചിക്കാൻ യോഗ്യതയുള്ളവൻ. उसके पाप को जो मुक्ति दिया, पाप का मुक्ति देने का योग्य व्यक्ति ने ഏതു दिया। ന്യായപ്രമാണമാണോ അവനെ പുറത്താക്കിയത്, അതേ ന്യായപ്രമാണത്തിന്റെ കർത്താവ് അവനെ യോഗ്യനാക്കി. जिस न्याय व्यवस्था ने उसे बाहर निकाल दिया, उसी न्याय व्यवस्था के प्रभु ने उसको फिर से पुनर्स्थापित कर दिया. आमेन. थैंक यू जीसस. ഇത് തിരിച്ചറിയാത്തവൻ ക്ഷണിച്ചിട്ട് കർത്താവിന്റെ വീട്ടിൽ പോയി. और ये जो समझता नहीं है वो व्यक्ति न्योता लेकर जो है यीशु मसीह के पास गया. ഞാൻ പറഞ്ഞ വാക്ക് മനസ്സിലായോ? जो मैंने कहा, क्या आपने सुना ध्यान से? യേശു ആരാ? यीशु कौन है? ഇവന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? इसके जिंदगी में क्या हुआ है? ഇവൻ എങ്ങനെ ഇതൊക്കെ കിട്ടിയേ? इसको ये सब कैसे मिला? ഈ ഒരറിവും ഇവനില്ല. और ये कोई समझ इसके पास नहीं है. ഈ അറിവില്ലാത്തവന്റെ വീട്ടിൽ യേശു എത്തി. और ये जो समझ नहीं है, उस व्यक्ति के घर पे यीशु मसीह आया. ആ വീട്ടിനകത്ത് പാപം ഇതുവരെയും മോചിക്കപ്പെടാത്ത ഒരു സ്ത്രീ എത്തി. और उस घर के अंदर पाप का मुक्ति नहीं मिला हुआ एक स्त्री वहां पर प्रवेश करती है. ഇതുവരെ അവിടെ പാപം മോചിക്കപ്പെട്ടിട്ടില്ല. अभी तक उसका पाप का मुक्ति नहीं मिला है. എന്നിട്ട് അവൾ എന്താ ചെയ്തത്? तो उस स्त्री ने क्या किया? യേശുവിന്റെ കാൽക്കൽ വീണ് കരഞ്ഞു. वो यीशु मसीह के चरणों पर गिरकर रोने लगी ആ കണ്ണുനീര് കൊണ്ട് അവന്റെ കാല് കഴുകി. और उसके आंसुओं के साथ उसके चरण को धो दिया. ഈ കണ്ണുനീര് ഒഴുക്കുമ്പോഴും അവളാരാ? और जब ये आंसू गिर रहे हैं तभी भी ये स्त्री कौन है? അവള് പാപിയാ. वो पापी है. അവിടെ കാല് തുടയ്ക്കുമ്പോഴും അവന്റെ തലമുടി കൊണ്ട് തുടയ്ക്കുമ്പോഴും അവളാരാ? उसके बालों से जब वो पैर पोंछ रहे तभी भी वो कौन है? അവള് പാപിയാ. वो पापी है. സുഗന്ധ തൈലം എടുത്ത് പൊട്ടിച്ച് ഒരു സുവിശേഷത്തിൽ പറഞ്ഞ അവന്റെ തലയിലൂടെ ഒഴിച്ചെന്നു. और वो इतर को जो है उस बॉटल को മത്തായിയുടെ तोड़कर, സുവിശേഷം വന്നു. मत्ती के समाचार में ऐसा लिखा है कि उसके सिर पर उसने उस तेल को जो है इतर को उंडेला. ഈ സമയത്താണ് ശിഷ്യന്മാരുൾപ്പെടുന്ന സംഘം ശിമയോൻ ഉൾപ്പെടെ പറയുന്നത്, ഇവനൊരു പ്രവാചകനായിരുന്നെങ്കിൽ. ആരാ? യേശു ഒരു പ്രവാചകനായിരുന്നുവെങ്കിൽ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു. और ये उसी समय ये चेले और ये सिमेयोन सभी लोग यीशु को देखकर कह रहे हैं, अगर ये एक भविष्यवक्ता होता तो वो क्या करता? ശിമയോൻ പറഞ്ഞു, तब सिमेयोन कहता, यदि ये भविष्यवक्ता होता तो जान जाता कि यह जो उसे छू रही है वह कौन और कैसी स्त्री है, क्योंकि वह तो पापिनी है. वहां पर लिखा हुआ उस शब्द पर ध्यान देना, തൊടുന്നതാരാണെന്ന്. वो जो उसे छू रही है. ഇപ്പം ന്യായപ്രമാണം അനുസരിച്ച് ഒരു പാപിനിയായ സ്ത്രീക്ക് ഒരു പ്രവാചകനെ തൊടാൻ പറ്റത്തില്ല. तो न्याय व्यवस्था के आधार पर एक पापिनी स्त्री एक भविष्यवक्ता को छू नहीं सकती, കാരണം അവരുടെ വിശ്വാസത്തിൽ അവർ അശുദ്ധരാകും. क्योंकि उनके विश्वास में वो लोग अशुद्ध हो जाएंगे. അതുകൊണ്ടാ പറയുന്നത്, इसके लिए कहा गया है, തൊടുന്നവൾ ആരാന്ന് അവൻ അറിഞ്ഞേന്. वो जो उसे छू रही है वो जान जाता कि वो कौन है.
അവൾ എങ്ങനെയുള്ളവളെന്ന്. वो और वो कैसी स्त्री है वो जान जाता। അപ്പൊ ഈ ചോദ്യം എനിക്കൊരു ചോദ്യമുണ്ട്. तो इसमें मुझे एक सवाल पूछना है। ചില നാളുകൾക്ക് മുമ്പ് നിന്നെ സൗഖ്യമാക്കാൻ വന്നപ്പം ഇതേ ബോധം കർത്താവ് കാണിച്ചായിരുന്നെ നിന്റെ ഗതി എന്തായിരുന്നു? कुछ समय पहले, कुछ साल पहले अगर तेरे पास जब परमेश्वर चंगाई को देने आया, अगर इसी मनोभाव से परमेश्वर वहां पर रहता तो तेरे साथ क्या होता? നിനക്കൊരു പാവമല്ലല്ലോ. तेरा तो कोई पाप नहीं है। ഈ ലംഘനത്തിനുടമയല്ല. तू तो अपराध का भागीदार है। ഇവള് പാപത്തിനുടമ. ये जो है पापिनी स्त्री ഈ है, ലംഘനത്തിനുടമ. पर तू अपराध का भागीदार है। രണ്ടും രണ്ടാണ്. दोनों अलग है। പാപം അറിവില്ലായ്മയിൽ ഉണ്ടാകുന്നത്. पाप जो है बिना कोई ज्ञान का ലംഘനം അറിഞ്ഞു ചെയ്യുന്നത്. अपराध जो है वो जानकर करते हैं। ന്യായപ്രമാണം അറിയാവുന്ന നീ ന്യായപ്രമാണം തെറ്റിച്ചവനാ. और तू जो न्याय व्यवस्था को जानता है उसे जानकर तूने उसका उल्लंघन किया। ഇവള് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവളല്ല. और ये स्त्री न्याय व्यवस्था के अधीन में नहीं ഇവള് है। അറിവില്ലായ്മയിൽ ചെയ്യുന്നതാ. उसने बिना कोई जानकारी के ये ഇവള് किया। പാപിയാ. ये स्त्री पापिनी है, നീ ലംഘനത്തിനുടമയാ. पर तू अपराधी है। ഈ മനോഭാവത്തോടെ, നീ പറഞ്ഞ മനോഭാവത്തോടെ യേശു നിന്റെ അടുക്ക വന്നായിരുന്നെങ്കിൽ നീ ഇന്നും കുഷ്ഠരോഗിയായിരുന്നേന്. इस मनोभाव से अगर यीशु मसीह आपके पास आता तो तू अभी भी कोड़ी बनकर ही रहता। നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? क्या आप गहराई को समझ पा रहे हो? ശിമയോൻ കുഷ്ഠരോഗിയായിരുന്നപ്പോൾ सिमेओन जब कोड़ी व्यक्ति था, ദൈവം നീ പറഞ്ഞ മനോഭാവത്തോടെ നിന്റെ അടുക്ക വരുന്നതെങ്കിൽ നീ കുഷ്ഠരോഗിയായി തുടർന്നേന്. आपका जो मनोभाव है उसी तरह अगर परमेश्वर आता तो अभी भी तुम कोड़ी बनकर ही जीते थे। നീ ശുദ്ധനായതുകൊണ്ടോ വിശുദ്ധനായതുകൊണ്ടോ അല്ല കുഷ്ഠത്തിൽ നിന്ന് സൗഖ്യമായ. और तू शुद्ध या पवित्र व्यक्ति है उसके कारण नहीं तू कोड़ी से चंगाई प्राप्त നീ किया। അർഹനായതുകൊണ്ടല്ല നീ കുഷ്ഠരോഗത്തിൽ നിന്ന് സൗഖ്യമായ. और तेरा कुष्ठ रोग से जो चंगाई है वो तेरे योग्यता के कारण नहीं मिला। വേദപുസ്തകം പറയുന്നു, परमेश्वर का वचन कहता है ദൈവത്തിന് മനസ്സുള്ളപ്പോൾ സൗഖ്യമാകുന്ന രോഗമാണ് കുഷ്ഠരോഗം. जब परमेश्वर का मन बनता है तभी इस कुष्ठ रोग में से उसे चंगाई मिलेगा। മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം എടുത്ത് मत्ती का सुसमाचार उसका 8वां अध्याय। और देखो एक कोड़ी ने पास आकर उसे प्रणाम किया और कहा, हे प्रभु यदि तू चाहे तो मुझे शुद्ध कर सकता है। यीशु ने हाथ बढ़ाकर उसे छुआ എന്നിട്ട് എന്താ പറഞ്ഞേ? और क्या कहा, मैं चाहता हूं तू शुद्ध हो जा। എനിക്ക് മനസ്സുണ്ട്. मैं चाहता हूं। ദൈവത്തിന്റെ മനസ്സാണ് നീ സൗഖ്യമാകാൻ കാരണം. परमेश्वर की ये चाहत है तेरी चंगाई का कारण। ദൈവത്തിന്റെ മനസ്സ് परमेश्वर का मन നീ പറഞ്ഞ പോലെ ആയിരുന്നെങ്കിൽ अगर वो तेरे बोलने के आधार पर होता। ഇനി മറ്റേ വാക്യോട്ട് अभी हम उसके पहले उसके പരീക്ഷം പറഞ്ഞ വാക്ക്. लूका का सुसमाचार 7वां अध्याय उसका 39 आयत। यह देखकर वह फरीसी जिसने उसे बुलाया था अपने मन में सोचने लगा, यदि यह भविष्यवक्ता होता तो जान जाता कि यह जो उसे छू रही है वह कौन और कैसी स्त्री है, क्योंकि वह तो शिमयोन है। हे शिमयोन, നീ ആരാണെന്നും तू कौन है നിനക്ക് കുഷ്ഠരോഗം വരാനുള്ള കാരണം എന്താണെന്നും और तुझे कुष्ठ कोड़ी आने का कारण क्या है? യേശു മനസ്സ് കഠിനമാക്കിയായിരുന്നെങ്കിൽ और यीशु ने अगर अपने मन को कठोर कर दिया होता। ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നു? जो मैं कह रहा हूं कि आप समझ पा रहे हैं? മനസ്സുണ്ടേലേ കുഷ്ഠം സൗഖ്യമുള്ളൂ. अगर परमेश्वर चाहेगा तो ही तेरा कोट से तुझे चंगाई मिलेगा। യേശുവിന്റെ മനസ്സലിവാടാ
നിന്റെ സൗഖ്യം. और परमेश्वर का मन पिघलना ही तेरा चंगाई का कारण है. आमेन. വേദം എന്താ പറഞ്ഞേ? കരുണ തോന്നേണ്ടവനോട് കരുണ തോന്നുന്നു. परमेश्वर का वचन कहता है जिसे करुणा दिखाना चाहिए उससे करुणा दिखाया जाएगा. നിനക്ക് അവകാശം പറയാൻ പറ്റത്തില്ല. तू अधिकार से नहीं पूछ सकता. മനസ്സലിവിന് നിനക്ക് അവകാശം പറയാൻ പറ്റത്തില്ല. करुणा को तू अधिकार से नहीं पूछ അത് सकता. ദൈവത്തിന്റെ സ്വാതന്ത്ര്യം. वो परमेश्वर का स्वतंत्रता है. ആ സ്വാതന്ത്ര്യം वो स्वतंत्रता യേശുവിന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം. यीशु मसीह का व्यक्तिगत स्वतंत्रता जो है അത് നിന്റെ മേൽ അവൻ ഉപയോഗിക്കാതെ वो तेरे ऊपर उपयोग ना करते हुए നിന്നോട് മനസ്സലിഞ്ഞ് उसने आपको करुणा നീ दिखाया. സൗഖ്യം പ്രാപിച്ചിട്ട് तूने चंगाई को प्राप्त किया. മറ്റൊരാളുടെ വിടുതലിന് और दूसरे एक व्यक्ति के छुटकारे നീ के लिए വിരൽ ചൂണ്ടുന്നെങ്കിൽ अगर तू उंगली को उठा रहा है എത്ര പേർക്ക് ഇന്ന് പകൽ ഇവിടെ നിന്ന് തൻ്റെ അടുത്തോടെ പറയാൻ പറ്റും കർത്താവിന്റെ മനസ്സലിവ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. कितने लोग आज सुबह धैर्य से कह सकते हैं कि परमेश्वर के करुणा के कारण मैं यहां पर बैठा हूं. हालेलुया. यस डैडी. इट्स योर मर्सी. കരുണയല്ല മോനെ, Compassion. മനസ്സിക്കലിനെ. मन पिघलने के कारण हम यहां पर बैठे हैं. ऐसे कितने लोग कह सकते हैं. दया और करुणा अलग है. മനസ്സലിവ്. उसका दया के कारण. പക്ഷെ എനിക്ക് ഈ പാപിനിയായ സ്ത്രീയെ ഇഷ്ടപ്പെട്ടു. पर मुझे ये पापिनी स्त्री बहुत पसंद आई. അവളുടെ പാപമോചനം മനസ്സലിവിലല്ല, उसका पाप का मुक्ति जो है वो दया के कारण नहीं, അവളുടെ ഗിവിംഗ്, उसके देने के उस कार्य पर है. അവൾ കൊടുത്തതിൽ അവള് उसने जो दिया उसके कारण उस प्राप्त जो है पाप की मुक्ति को प्राप्त किया. അതുകൊണ്ടാണ് യേശു എടുത്തു പറഞ്ഞു. इसके लिए यीशु मसीह ने वहां पर लिखा ശവസംസ്കാരത്തിനുള്ളത് അവൾ ചെയ്തു. और मेरे जो है मेरे मृत्यु को जो है गाड़ देने के उस प्रक्रिया को उसने यहाँ पर पूरा किया. എന്റെ മരണത്തിന്റെ വെളിപ്പാടിൽ അവൾ അത് ചെയ്തു. मेरे मृत्यु के प्रकटीकरण को समझकर उसने वो किया. അതിന്റെ അർത്ഥം उसका मतलब എന്നെ കുറിച്ചുള്ള വെളിപ്പാടാണ് ഇവളുടെ പാപമോചനത്തിന് കാരണം. मेरे बारे में जो प्रकटीकरण उसके अंदर है वो इसके पाप का मुक्ति का कारण ഒന്നുകൂടെ है. പറയുന്നു, और एक बार कहता हूं എന്നെ കുറിച്ചുള്ള ഇവളുടെ തിരിച്ചറിവ് വെളിപ്പാട് ആണ് ഇവളുടെ പാപമോചനത്തിന് കാരണം. इसने जो मेरे बारे में समझा है, मेरे बारे में जो प्रकटीकरण इसके अंदर है वो उसके पाप के मुक्ति का कारण है. റോമർ 10:9 रोमियो का पत्री उसका 10वां अध्याय उसका 9वां आयत हम पढ़ेंगे कि यदि तू अपने मुंह से यीशु को प्रभु जानकर अंगीकार करे और अपने मन से विश्वास करे कि परमेश्वर ने उसे मरे हुओं में से जिलाया तो तू निश्चय उद्धार पाएगा. ഇതാണ് പുതിയ നിയമത്തിൽ ഒരുവൻ രക്ഷിക്കപ്പെടാനുള്ള ക്ലോസ്. और नए करार में एक व्यक्ति को उद्धार पाने का जो है कंडीशन क्लॉज ये है യേശു ആരാണെന്നുള്ള തിരിച്ചറിവ്, यीशु मसीह कौन है उस बात की जानकारी, യേശു എന്താണെന്നുള്ള വിശ്വാസം. और यीशु मसीह क्या है उस बात का ഈ विश्वास. പ്രഖ്യാപനമാണ് ഒരാളുടെ രക്ഷ. और ये बात का ऐलान करना एक व्यक्ति का उद्धार है. ഈ പ്രഖ്യാപനമാണ് അവിടെ പാപമോചനം. और ये ऐलान करना उसका पाप का मुक्ति का कारण है. ഇതാണ് അവൾ അവിടെ നടത്തിയത്. और उस स्त्री ने यही वहां पर किया. അപ്പൊ ഇനി രണ്ടുപേരുടെയും തമ്മിലുള്ള വ്യത്യാസം പറയാം. और इन दोनों के बीच का भेद को मैं बताऊंगा. ശിമയോന്റെ പാപമോചനത്തിന് കാരണം യേശുവിന്റെ മനസ്സലിവ്. शिमयोन के पाप का जो है मुक्ति का कारण यीशु मसीह का दया है. പക്ഷേ ഈ പാപിനിയായ സ്ത്രീയുടെ പാപമോചനത്തിന് കാരണം കർത്താവിനെ കുറിച്ചുള്ള തിരിച്ചറിവ്. Amen. पर ये स्त्री का पाप का मुक्ति का कारण इस स्त्री के अंदर परमेश्वर के बारे में जो समझ है वो है. അപ്പൊ ഈ രണ്ട് ടൈപ്പ് പാപമോചനം ഇപ്പോഴും നടക്കുന്നുണ്ട്. ये दोनों तरीके का पाप का मुक्ति अभी भी उपलब्ध है, अभी भी हो रहा है. ചിലര് സൗഖ്യമാകുന്നു, कुछ लोग चंगाई प्राप्त करते हैं,
ചിലർ വിടുവിക്കപ്പെടുന്നു. कुछ लोग छुटकारा प्राप्त करते हैं. ഇതെല്ലാം മനസ്സലിവിൽ കിട്ടുന്നതാ. ये सब दया के कारण मिलता है. അങ്ങനെ സഭയ്ക്കകത്ത് വരുന്നു. वैसे कलीसिया के अंदर आते हैं. എന്നാൽ മറ്റു ചിലരുണ്ട് पर दूसरे ऐसे कुछ एक झुंड. യേശു ആരാണെന്ന് അറിഞ്ഞ്, यीशु कौन है वो जानकर, യേശു എന്താണെന്ന് മനസ്സിലാക്കി, यीशु क्या है वो समझकर, യേശു എന്താണെന്ന് ഗ്രഹിച്ച് यीशु मसीह कौन है इस बात को ग्रहण അവൻ करके സഭയിലെത്തുന്നു. वो कलीसिया के अंदर आता है. അവന് കൊടുക്കാൻ മടി കാണത്തില്ല, उसको देने में जो है कोई आलसीपन नहीं അവന് है, ആരാധിക്കാൻ മടി കാണത്തില്ല, और आराधना करने में कोई അവന് तकलीफ नहीं है, അർപ്പിക്കാൻ മടി കാണത്തില്ല. अर्पण करने में कोई तकलीफ नहीं है. അവൻ സൗഖ്യം കിട്ടിയില്ലെങ്കിലും അർപ്പിക്കും, हाँ, चंगाई नहीं मिला तो भी वो देगा, അവന് വിടുതൽ കിട്ടിയില്ലെങ്കിലും അവൻ സ്തുതിക്കും, छुटकारा नहीं मिला तो भी वो स्तुति करेगा, അവന് ഒന്നും ലഭിച്ചില്ലെങ്കിലും അവൻ ആരാധിക്കും. कुछ भी नहीं मिला तो भी वो आराधना അവൻ करेगा. മനസ്സലിവിൽ ജീവിക്കുന്നവനല്ല, वो दया में जीने वाला व्यक्ति नहीं. അവൻ അറിഞ്ഞ ദൈവത്തെ സ്വീകരിച്ചവനാ. हाँ, पर उसने परमेश्वर को जानकर स्वीकार किया है. എന്നും മനസ്സലിവിലല്ല നീ ജീവിക്കണ്ടേ, और तू दया में ही निरंतर नहीं जीना है, തിരിച്ചറിവിൽ ജീവിക്കാൻ തുടങ്ങും. पर तू परमेश्वर को समझकर जीना है. ഈ ദൈവത്തെ ഗ്രഹിച്ച് ആരാധിക്കാൻ तू തുടങ്ങും. परमेश्वर को ग्रहण करके उसकी आराधना कर. ഇനി പറയാൻ പോവാ, अभी मैं कहने वाला हूं, മനസ്സലിവിൽ സ്വതന്ത്രനായവൻ. जो दया के कारण जो है चंगाई को प्राप्त किया, ആ വാക്യം ഒന്നിട്ടെ അതിന്റെ. इसलिए मैं तुझसे कहता हूं कि इसके पाप जो बहुत थे क्षमा हुए, क्योंकि इसने बहुत प्रेम किया. पर जिसका थोड़ा क्षमा हुआ है वह थोड़ा प्रेम करता है. എന്നോട് ശ്രദ്ധിക്കുക, अभी ध्यान दीजिए, ഏറ്റവും കൂടുതൽ പാപം ചെയ്താരാ? सबसे ज्यादा पाप किसने किया? ശിമയോനാ. सिमेयोन ने सबसे ज्यादा पाप किया. കാരണം ന്യായപ്രമാണത്തിന്റെ ഒന്നിലധികം ക്ലോസുകൾ തെറ്റിക്കുമ്പോഴാ കുറ്റം വരുന്നത്. क्योंकि न्याय व्यवस्था के एक से ज्यादा नियमों का जब उल्लंघन होता है तभी कोड ये रोग आता है. അവൻ പാപം മാത്രമല്ല ലംഘനം വരെ ചെയ്തു. वो ऐसा व्यक्ति है जिसने सिर्फ पाप ही नहीं पर अपराध भी किया. പക്ഷെ ഇവള് വെറും പാപിയാ. पर ये स्त्री सिर्फ पापिनी है. അവളെ കുറിച്ച് ഹിസ്റ്ററി പറയുന്ന വ്യഭിചാരം ചെയ്തു. और उसके बारे में इतिहास कहता है कि उसने व्यभिचार किया. അപ്പൊ അധികം ഇളച്ചു കിട്ടിയതാരാ? तो सबसे ज्यादा क्षमा किसको मिला? നീ ശ്രദ്ധിക്കുക, ध्यान से सुनना, കുറ്റം മാറാനുള്ള മോചനമേ ശിമയോന് കിട്ടിയുള്ളൂ. कोड से चंगाई मिलने का ही क्षमा उसे मिला. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ध्यान से सुनना, കുറ്റം മാറാനുള്ള മോചനമേ ശിമയോന് കിട്ടിയുള്ളൂ. और कोड़ी से चंगाई पाने का जो है मुक्ति है वही उसे मिला. എന്നാൽ ഇവൾക്ക് കുറ്റം മാറാനുള്ള മോചനമല്ല, നീതീകരിക്കപ്പെടാനുള്ള മോചനം കിട്ടി. इस स्त्री को जो एक कोड़ी से मुक्ति प्राप्त करने का ही नहीं पर धार्मिकता को प्राप्त करने का मुक्ति उसे मिला. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞ और इसलिए वहां पर लिखा है, ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. इसके पाप जो बहुत थे क्षमा हुए. ഞാൻ നിങ്ങളോട് പറയാം, मैं तुमसे कहता हूं, ശിമയോനോട് പറയാം सिमेयोन से कहा जा रहा है, എന്ന് പറഞ്ഞാൽ इसका मतलब സകല പാപങ്ങളും ഇവളിൽ നിന്ന് മോചിക്കപ്പെട്ടിരിക്കുന്നു. सारा पाप इसके अंदर से वो क्षमा हो चुकी है. എന്നിട്ട് പറഞ്ഞാട്ടോ, അവൾ വളരെ സ്നേഹിച്ചല്ലോ. क्योंकि इसने बहुत प्रेम किया. ഇവിടെ ഒരുവനെ അറിയാതെ എങ്ങനെയാ സ്നേഹിക്കുന്നത്? एक व्यक्ति को जाने बिना आप कैसे इतना प्यार कर सकते हो? എന്റെ ചോദ്യം, तो मेरा सवाल, പാപം പൊളിഞ്ഞിട്ടല്ല ഇവൾ അറിഞ്ഞു. पाप से क्षमा प्राप्त करने के बाद नहीं जाना, അകത്തു പാപം ഇരിക്കുമ്പോ തന്നെ इसके अंदर जब पाप है അവനെ അറിയാൻ ഇവിടെ ശ്രമിച്ചു തുടങ്ങി. परमेश्वर को जानने के लिए वो परिश्रम करने लगे. ആ അറിവ് യേശുവിന്റെ അടുക്കൽ എത്തിച്ചു. और वो जानकारी उसको यीशु के पास लाया. ഇവിടെ ആ യേശുവിന്റെ അടുക്കൽ എത്തിയപ്പോൾ वो यीशु के पास जब आई ഇവളുടെ അറിവ് ഇവളെ കൊടുക്കാൻ പ്രേരിപ്പിച്ചു. और इसका जानकारी ने उसे देने के लिए प्रेरित किया. കൊടുക്കാൻ തുടങ്ങിയപ്പോൾ जब वो देने लगी ഇവിടെ സ്നേഹം വെളിപ്പെടാൻ തുടങ്ങി. इसका प्रेम प्रकट होने लगा. സ്നേഹം വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ जब इसका प्रेम प्रकट होने लगा, സ്വർഗം പറഞ്ഞു ഇവൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. और स्वर्ग ने कहा कि ये क्षमा को प्राप्त कर चुकी है. वाव. അടുത്ത അവന്റെ ക്ലോസ് ഓവർ. और फिर अगला एक उसके बारे में कहा गया ഇപ്പം है, മോചിച്ചു കിട്ടിയവൻ पर जिसका थोड़ा क्षमा हुआ है അല്പ സ്നേഹിക്കുന്നു. वो थोड़ा प्रेम करता है.
ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? मैं आपसे एक सवाल पूछना എന്റെ चाहता വാക്ക് നിർത്തുക. ഒത്തിരി കാര്യം പറയാനുണ്ട്, തുടങ്ങിയതേ ഉള്ളൂ. हूँ। शुरुआत ही किया है पर मैं समाप्त करना ഒറ്റ चाहूंगा। കാര്യം ചോദിക്കും, एक बात मैं पूछना चाहता हूँ, നിങ്ങൾക്ക് എത്രത്തോളം മോചനം കിട്ടിയെന്ന് അറിവുണ്ടോ? आपको जो क्षमा मिली है कितनी मिली है, क्या उस बारे में आपको जानकारी है? ദൈവം എന്റെ പാപം മോചിച്ചെന്ന് ഉറപ്പുള്ള ഒരു കരമൊന്ന് ഉയർത്തിക്കുക. परमेश्वर ने मेरे पाप से मुझे मुक्ति दिया है, वो जानकारी जिसमें है वो हाथों को उठाइए। അങ്ങനെ എന്റെ അടുത്ത ചോദ്യം, तो मेरा अगला सवाल, എത്രത്തോളം പാപം മോചിക്കപ്പെട്ടു എന്ന് ഉറപ്പുണ്ട്? और कितना ज्यादा आपके पाप से आपको क्षमा मिला है, क्या उसके बारे में आपकी कितनी जानकारी है? നിങ്ങൾ എത്രത്തോളം പാപത്തിൽ നിന്ന് പുറത്തു വന്നു എന്ന് നിങ്ങൾക്ക് ബോധം? और आप पाप में से कितना बाहर आ चुके हो, इसके बारे में आपकी कितनी समझ है? ആ ബോധം നിങ്ങൾക്കില്ലെങ്കിൽ और वो समझ अगर आपके अंदर नहीं है, നിങ്ങൾ ഇന്നും പാപിയാണ്. आप अभी भी पापी हो। മൂന്നാം സ്വർഗം വരെ പോയവൻ എന്താ പറഞ്ഞെന്നറിയോ? तीसरे ആ स्वर्ग പാപികളിൽ ഞാൻ ഒന്നാമൻ. तीसरे स्वर्ग तक जाने वाला व्यक्ति ने क्या कहा कि मैं वो पापियों में श्रेष्ठ हूं। അവൻ അറിയ എത്രത്തോളം അവന്റെ പാപം മോചിക്കപ്പെട്ടു. वो जानता है कि उसको पाप में से कितनी क्षमा मिली है, മോചിക്കപ്പെട്ടത് കണ്ടിട്ട് പറയാം, और वो मुक्ति को प्राप्त करके वो कह रहा है, ലോകത്തിലുള്ള സകല പാപികളിലും ഒന്നാമൻ ഞാൻ. अभी इस समय में जितने भी पापी है उसमें से भी श्रेष्ठ मैं हूं। പറഞ്ഞാൽ അതിലധികം പാപം ഞാൻ ചെയ്തിട്ടുണ്ട്, उसका मतलब उनसे भी ज्यादा पाप मैंने किया है, പക്ഷെ ഞാൻ ആയിരിക്കുന്നത് കൃപയാണ്. पर मैं कृपा के आधार पर जीता हूं। അതിന്റെ അർത്ഥം ഞാൻ ഇപ്പൊ പാപിയാണെന്നല്ല, उसका मतलब ये नहीं कि मैं अभी पापी हूं, എന്റെ മോചനം എത്രയ്ക്കുണ്ടെന്ന് അവൻ അറിഞ്ഞു. पर उसके पाप की मुक्ति कितनी गहरी है वो उसको समझ गया है। നമ്മുടെയൊക്കെ ഇരിപ്പ് കണ്ടാൽ हम सब जो बैठते ഞാൻ देखेंगे, വലിയ പാപമൊന്നും ചെയ്യുന്നില്ല. मैंने ज्यादा बड़ा पाप नहीं किया। കർത്താവ് വരിക, परमेश्वर आए, എന്നെ വേണേ കൊണ്ടുപോയിക്കോളൂ. चाहे आप परमेश्वर को अगर जरूरत है तो मुझे उठाकर लेके जाए। ഞാൻ ഒരു കാര്യം, ഒരു യാഥാർത്ഥ്യം പറയാം. मैं आपको एक जो है रियलिटी बताऊंगा, ഈ ദിവസങ്ങളിൽ യേശു വരും. इन दिनों में यीशु मसीह आएगा। आमीन। ഞാൻ പോവും, मैं जाऊंगा, നീ കാണും. क्या तू उसमें रहेगा? എന്നോട് ഞാൻ പറയും, फिर से मैं पूछता हूं, ഈ ദിവസങ്ങളിൽ യേശു വരും, इन दिनों में यीशु मसीह आएगा, ഞാൻ പോവും, मैं जाऊंगा, എനിക്ക് ഉറപ്പുണ്ട്. मुझे यकीन है, നീ കാണും. पर क्या तू उसमें भागीदार रहेगा? മനസ്സലിവാന്നോ ഇപ്പോഴും നീ പിടിച്ചു നിൽക്കുന്നതിന്റെ ആധാരം? और क्या अभी भी आप जो जी रहे हो उस दया के आधार पर है? സ്നേഹിക്കേണ്ട പോലെ യേശുവിനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? जैसे प्रेम करना है, क्या उस तरीके से आप यीशु से प्रेम कर पा रहे हो? എന്റെ വാക്കുകൾ ഞാൻ നിർത്തട്ടെ. मेरे शब्दों को मैं समाप्त करूंगा। എന്റെ ചോദ്യം, मेरा सवाल, മോചിക്കപ്പെട്ട പാപമല്ല സ്നേഹം തെളിയിച്ചത്. जो पाप से उसे क्षमा मिला वो पाप ने नहीं उसके प्रेम को साबित ഇവിടെ किया। ശ്രദ്ധിക്കണം, ध्यान से सुनना, മോചിക്കപ്പെട്ട പാപമല്ല സ്നേഹം തെളിയിച്ചത്. जो पाप से मुक्ति मिला वो पाप ने नहीं उसके प्रेम को साबित किया। എത്രത്തോളം പാപം ക്ഷമിക്കപ്പെട്ടോ അവൻ കൊടുക്കുന്ന കൊടുക്കലാണ് അവന്റെ സ്നേഹം തെളിയിച്ചത്. जितना गहराई से उसको पाप से क्षमा मिला और उसको समझकर उसने जितना दिया वो उसके प्रेम को നീ साबित करता है। കൊടുക്കുന്നത് കാണുമ്പോഴറിയാം നിന്റെ മോചനത്തിന്റെ ആഴവും നിന്റെ സ്നേഹത്തിന്റെ ആഴവും. आप जो देते हो उसे देखकर समझता है आपका जो है मुक्ति का गहराई और आपके प्रेम का गहराई। പുൽപ്പിറ്റിൽ നിൽക്കുന്നവരെ നോക്കി അവരുടെ നിൽപ്പ് കണ്ടിട്ട് നീ കൊടുക്കുന്നെങ്കിൽ നീ ദൈവത്തെ ആരാധിക്കാമെന്ന ആളല്ല. पुलपिट पर जो है उनको देखकर अगर आप परमेश्वर को दोगे तो आपका जो है आराधना वो सही नहीं है। സെറ്റപ്പ് കണ്ടിട്ട് നിന്റെ ഇഷ്ടത്തിന് കൊടുക്കുന്നവരാണെങ്കിൽ അവർ ദൈവത്തെ ആരാധിക്കാമെന്നവരല്ല. और यहाँ के संविधान को देखकर जो भी परमेश्वर को देते हो वो सही आराधना नहीं है।
ആരാധിക്കാൻ വന്നവരുടെ ഗെറ്റപ്പ് നോക്കി നീ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ദൈവത്തെ ആരാധിക്കാൻ വന്ന ആളല്ല. और जो आराधना की अगुवाई कर रहे हैं उनका जो संविधान है वो जैसे आए हैं, उनको देखकर जो आराधना करते हैं वो सही आराधना नहीं है. പക്ഷെ നേരെ മറിച്ച് पर उसके बदले में ആ ദൈവത്തെ ആരാധിക്കാൻ വന്നവൻ जो परमेश्वर को आराधना करने आया है ഇരിക്കുന്നുണ്ടോ നോക്കത്തില്ല, वो जहां पर बैठा है उस स्थान पर ध्यान नहीं देगा. वो क्या है वो देख, कुछ संविधान नहीं देखेगा. അവനറിയാം എത്രത്തോളം മോചിക്കപ്പെട്ടു, हाँ, वो जानता है कि उसको कितना क्षमा मिला है. അവനറിയാം എത്രത്തോളം ക്ഷമ പ്രാപിച്ചു, उसको पता है कि उसको कितना क्षमा प्राप्त हुआ है. അവനറിയാം അവന്റെ യേശുവിനെ അവൻ എത്രത്തോളം സ്നേഹിക്കുന്നു. वो जानता है कि वो यीशु से कितना प्रेम करता है അതിനനുസരിച്ച് അവൻ കൊടുത്തിരിക്കും. और उसके आधार पर वो देख कर रहेगा അതെല്ലാ മേഖലകളിലും തെളിഞ്ഞിരിക്കും. और सारे स्तरों में वो प्रकट हो जाएगा. നീ കൊടുക്കുന്ന സ്തുതി, आप जो स्तुति देते നീ हो, കൊടുക്കുന്ന ആരാധന, आप जो आराधना देते हो, നീ കൊടുക്കുന്ന മഹത്വം, आप जो महिमा देते हो, നീ കൊടുക്കുന്ന നിന്റെ ശ്രദ്ധ, आप जो ध्यान उसके लिए देते हो. കാരണം വേദോസം അങ്ങനെ या പറയുന്നുണ്ട്, परमेश्वर का वचन कहता है ഏകാഗ്രതയോടെ അവനെ ആരാധിക്കണം. और पूर्ण एक मन से, पूर्ण ध्यान से उसकी आराधना करना. ഏക മനസ്സോടെ, एक मन से, പൂർണ്ണ മനസ്സോടെ, पूर्ण मन से. ഏകാഗ്രതയോടെയും പൂർണ്ണ മനസ്സോടെ. और जो है രണ്ടും രണ്ടാ, फोकस, पूरे ध्यान और एक मन से, പൂർണ്ണ മനസ്സോടെ. पूर्ण मन से और ध्यान से. यस, കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്ന वो परमेश्वर आपसे मांगता है. സന്തോഷിന്റെ ആവശ്യമില്ല ഇത്. बस संतोष का मांग नहीं है, ഇത് നമ്മൾ കൊടുത്തു പോകും. ये हम दे देंगे उसे. നമ്മുടെ സ്നേഹം അത്രയ്ക്ക് വലുതാണ്. हमारा प्रेम अगर उतना श्रेष्ठ है तो. വീണ്ടും ആ ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കട്ടെ. सवाल पूछकर मैं ये समाप्त करूंगा. എത്രത്തോളം നീ മോചിക്കപ്പെട്ടു, എത്രത്തോളം യേശു നിന്റെ പാപത്തെ മോചിച്ചു എന്ന് നിനക്ക് ഉറപ്പുണ്ട്? आप में से कितने लोग को ये समझ और धैर्य है कि यीशु मसीह ने आपके पाप को कितना ज्यादा क्षमा किया है? വേദവസം പറയുന്നു, परमेश्वर का वचन कहता है നിന്റെ പാപമോചനത്തെ കുറിച്ച് നിനക്ക് ബോധമുണ്ടെങ്കിൽ നീ ഏറ്റവും ആഴത്തിൽ അവനെ സ്നേഹിക്കും. आपके पाप के क्षमा के बारे में अगर आपको गहराई में जानकारी है तो आप उसको सबसे ज्यादा प्यार करोगे, ഏറ്റവും ബെസ്റ്റ് യേശുവിന് കൊടുക്കും. सबसे उत्तम आप परमेश्वर को दोगे. ചോദിക്കട്ടെ, क्या मैं आपसे पूछूं, ഈ വർഷം പ്രവേശിച്ചപ്പോൾ നീ കർത്താവിന് കൊടുത്ത ആരാധനയേക്കാൾ ഉത്തമമായത് ഈ 4-ാം മാസം 1-ാമത്തെ ഞായറാഴ്ച നിനക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? इस साल का जब शुरुआत किया तभी जो आप आराधना देते थे उससे ज्यादा गहराई में इस चौथे महीने के पहले रविवार में क्या आप दे पा रहे हो? നീ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ അവനെ സ്നേഹിക്കാൻ തുടങ്ങിയില്ലെന്ന് അതിന്റെ അർത്ഥം. और अगर आप दे नहीं पा रहे तो इसका मतलब यह है कि आप उससे प्रेम करना शुरुआत नहीं किए. എനിക്ക് വേദോസത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. वचन में से मुझे एक बात समझ आया, യേശുവിനെ ഒരാൾ സ്നേഹിക്കാൻ തുടങ്ങിയാൽ यीशु से अगर एक व्यक्ति प्रेम करना शुरुआत करेगा, ഒരു ദിവസം പോലും കുറയത്തില്ല, കൂടിക്കൊണ്ടിരിക്കും. एक दिन भी वो प्रेम कम नहीं होगा पर उसमें बढ़ोतरी दिखेगा. और एक बार कहता हूं, യേശുവിനെ ഒരാൾ സ്നേഹിച്ചാൽ यीशु मसीह से अगर किसी ने प्यार किया, ഒരു സെക്കൻഡ് പോലും സ്റ്റാഗ്നന്റ് ആകത്തില്ല സ്നേഹം. एक सेकंड के लिए भी वो वहां पर स्थिर नहीं रहेगा, കാരണം ഞാൻ അഗാപ്പയാണ് സ്നേഹിക്കുന്നത്. क्योंकि मैं अगापे से प्रेम कर रहा हूं. സ്നേഹമായവനെ ഞാൻ സ്നേഹിക്കുന്നു. जो प्रेम है, जो प्यार है, उससे मैं प्यार कर रहा हूं. അപ്പൊ അവനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ उससे जब मैं प्यार करना शुरुआत करूंगा, ഞാൻ സ്നേഹിക്കാൻ പഠിക്കും. मैं प्यार करना सीखूंगा, എന്റെ സ്നേഹം മാറും. मेरा प्यार में बदलावट आएगा. വർദ്ധിച്ചില്ലെങ്കിൽ നീ സ്നേഹിക്കുന്നില്ലെന്നാ. अगर उसमें बढ़ोतरी नहीं आ रही तो आपने उससे प्रेम ही नहीं किया है. ഇന്ന് പകല് നിങ്ങൾ പ്രാർത്ഥിക്കണം. आज सुबह आप प्रार्थना करना, ഓരോ നിമിഷവും हर एक क्षण എനിക്ക് യേശുവിനെ സ്നേഹിക്കണം. मुझे यीशु मसीह से प्रेम करना है. എത്ര പേര് ഇത് പ്രാർത്ഥിക്കും? कितने लोग ये प्रार्थना करेंगे? അവര് മാത്രം എഴുന്നേറ്റിരിക്കുക, സിർഫ് ചുമ്മാ ചാടി എഴുന്നേക്കല്ലല്ലോ. सिर्फ वो ही लोग खड़े होना, ऐसे ही നമുക്ക് खड़े नहीं എല്ലാവർക്കും ഒരു होना. കുഴപ്പമുണ്ട്, എന്തോ പറഞ്ഞാൽ അങ്ങ് ചാടി എഴുന്നേക്കും. और हम में एक प्रॉब्लम है, कुछ भी सुनेंगे खड़े हो जाएंगे. പക്ഷെ എഴുന്നേക്കുന്നവർ ബോധത്തോടെ വേണം എഴുന്നേക്കാൻ. जो खड़े हो रहे हैं इस समझ के साथ खड़े होना है. എനിക്ക് യേശുവിനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം. मुझे
मुझे यीशु से निरंतर प्रेम करते रहना है। ഈ എഴുന്നേൽക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം. जो അടുത്ത ഞായറാഴ്ച മുതൽ നിങ്ങളുടെ ആരാധന ഞാൻ ശ്രദ്ധിക്കും. जो खड़े हो रहे हैं ध्यान देना, अगले हफ्ते से मैं आपकी आराधना നിങ്ങളുടെ को സ്തുതി ഞാൻ देखूंगा। ശ്രദ്ധിക്കും. आपके स्तुति पर मैं ध्यान दूंगा। സ്നേഹം, ഞാൻ പറഞ്ഞു, യേശുവിനെ സ്നേഹിക്കുന്ന സ്നേഹം ഒരു സെക്കൻഡ് പോലും സ്റ്റാഗ്നന്റ് ആകത്തില്ല. मैंने कहा यीशु मसीह से जो आप प्रेम करते हैं वो एक भी सेकंड के लिए स्थिर नहीं रह നമ്മൾ पाएगा। സ്നേഹിച്ചു കൊണ്ടേയിരിക്കും. हम उसे निरंतर प्यार करते रहेंगे സ്നേഹിക്കും തോറും നമ്മൾ സ്വതന്ത്രരായിക്കൊണ്ടേയിരിക്കും. और जितना ज्यादा प्यार करते रहेंगे उतना ज्यादा हम स्वतंत्रता को प्राप्त करेंगे। യേശുവിനെ സ്നേഹിക്കാതെ വിശുദ്ധനാകാൻ പറ്റത്തില്ല. यीशु मसीह से प्रेम किए बिना आप पवित्र नहीं बन ഞാൻ पाओगे। പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം നിങ്ങൾ. जो मैं कह रहा हूं उसे ध्यान से सुनिए। യേശുവിനെ സ്നേഹിക്കാതെ ഒരുവനും വിശുദ്ധനാകാൻ പറ്റത്തില്ല. यीशु मसीह से प्यार किए बिना कोई भी व्यक्ति पवित्र नहीं बन सकता। യേശു കൈമാറിയ നീതി നിന്നിൽ നിലനിൽക്കണമെങ്കിൽ യേശുവിനെ സ്നേഹിക്കാതെ പറ്റത്തില്ല. यीशु मसीह ने जो धार्मिकता आपके अंदर सौंपा है उसमें अगर बने रहना है तो यीशु मसीह से प्यार किए बिना नहीं हो सकता। നീ പാപത്തിന് കീഴടങ്ങാതിരിക്കണമെങ്കിൽ യേശുവിനെ സ്നേഹിക്കാതെ നിനക്ക് പറ്റത്തില്ല. और पाप आपके ऊपर कब्जा ना करना है तो यीशु मसीह से प्यार किए बिना आप नहीं कर सकते। ഒരു കാര്യം ഞാൻ പറയാം. एक बात मैं आपसे कहना चाहता हूँ, യേശുവിനെ സ്നേഹിക്കുന്നത് പിശാചിന് പേടിയാ. यीशु मसीह से प्यार करना ये बात शैतान डरता है। ഞാൻ ഒന്നുകൂടെ പറയുന്നു, और एक बार कहता നീ हूँ, യേശുവിനെ സ്നേഹിക്കുന്ന പിശാചിന് പേടിയാ. आप यीशु मसीह से प्यार करना ये बात से शैतान डरता है। നീ ശാസിച്ചാൽ അവന് വലിയ പേടി കാണത്തില്ല. आप डांटोगे वो ज्यादा डरेगा नहीं, നീ കൈയടിച്ചാൽ അവന് വലിയ പേടി കാണത്തില്ല. आप ताली बजाओगे वो ज्यादा डरेगा നീ नहीं, ഒന്ന് ആരാധിച്ചാൽ അവന് വലിയ പേടി കാണത്തില്ല. आप आराधना करोगे वो ज्यादा डरेगा नहीं। യേശുവിനെ സ്നേഹിച്ചാൽ पर अगर ये यीशु मसीह से आप प्यार करोगे പിശാചിന് പേടിയാ. तो शैतान तुझसे डरेगा। യേശുവിന്റെ സ്നേഹം, परमेश्वर यीशु का നീ प्रेम, യേശുവിന് കൊടുക്കുന്ന സ്നേഹം यीशु मसीह को आप जो प्रेम देते हो ജീവിതത്തിലെ പാപങ്ങളെ ഇല്ലാതാക്കും. तेरे जिंदगी के पाप को वो अलग कर देगा। ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോ? जो मैं कह रहा हूँ क्या ध्यान दिया आपने? യേശുവിനെ സ്നേഹിക്കുന്ന സ്നേഹം अब यीशु मसीह को जो प्रेम देते നിന്നിലെ हो പാപങ്ങളെ ഇല്ലാതാക്കും. आपके अंदर के पाप को वो निकाल देगा। ദൈവത്തിന്റെ സ്നേഹമാ പാപത്തെ ഇല്ലാതാക്കുന്നത്. परमेश्वर का प्रेम पाप को मिटा देता है ദൈവത്തിന്റെ സ്നേഹമാ പുത്രനായ യേശു. और परमेश्वर का प्रेम है पुत्र यीशु मसीह। പുത്രനായ യേശുവാ പാപങ്ങളുടെ മോചനം. और पुत्र यीशु मसीह पाप का मुक्ति का ഈ देता है। ദൈവത്തെ സ്നേഹിക്കും തോറും आप जितना परमेश्वर से प्रेम നിന്നിലെ करोगे പാപം ഇല്ലാതാകും. और शरीर का पाप निकलता നിന്നിലെ जाएगा പാപ സ്വഭാവം മരിക്കും. और अंदर का पाप का स्वभाव मृत्यु पाएगा അത് പിശാചിന് പേടിയാ. और वो शैतान डरता है। അതുകൊണ്ടാണ് യേശു പറഞ്ഞു, इसके लिए यीशु ने कहा, അധികം വെളിച്ച കിട്ടിയവർ എന്നെ ഏറ്റവും സ്നേഹിക്കുന്നു. और जो जिसको ज्यादा क्षमा प्राप्त हुई है वो मुझसे बहुत प्रेम किया, എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവർ ഏറ്റവും കൂടുതൽ ഇളവ് കിട്ടിയവരാ. और जो मुझसे ज्यादा प्यार करते हैं उनको सबसे ज्यादा क्षमा मिली है। നീ സ്നേഹിക്കും തോറും आप जितना प्यार करोगे പാപത്തിന്റെ ടാഗ് ഇല്ലാതാകും. आपके ऊपर से पाप का वो लेबल हट रहा है നീതിയുടെ ടാഗ് ഉറയ്ക്കുന്നു. और धार्मिकता का वो टैग वहां पर स्थापित हो रहा വിശുദ്ധിയുടെ है। സാധ്യത കൂടുന്നു. पवित्रता का संभवता बढ़ता है। സ്നേഹിക്കുക, प्रेम करे, സ്നേഹിക്കുക, प्रेम करे, വീണ്ടും സ്നേഹിക്കുക. फिर से प्रेम करे। എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിക്കുക. सभी आंखें बंद करें और प्रार्थना यीशु करें। परा। यीशु मसीह से कहे, എനിക്ക് സ്നേഹിക്കണം. मुझे प्यार करना है। എന്റെ കർത്താവ് എന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. यीशु मसीह मुझे प्यार करना सिखा परमेश्वर। ഉറവക സന്തുരാതകൾ. മൗനമായിട്ട് നിൽക്കേണ്ട സമയമല്ല ഇത്. ये वो क्षण नहीं जहां पर आप शांत रुके। മിസ്രൈമ്യരെ പിറുപിറുത്ത പോലെ പിറുപിറുക്കേണ്ട സമയമല്ല ഇത്. और मिस्र लोग ने जैसे गुड़गुड़ाया वैसे गुड़गुड़ाने का समय नहीं है। തുറന്ന് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട സമയം. मुंह खोलकर परमेश्वर से प्रार्थना करने का समय। യേശുവിനോട് തുറന്ന് പറ. यीशु से खुलकर कहिए, യേശുവിനോട് തുറന്ന് പറ. यीशु से खुलकर कहिए। കർത്താവിന്റെ കൽപ്പന അനുസരിച്ചിട്ട്, परमेश्वर की व्यवस्था को मानकर, യേശു ക്രിസ്തുവിന്റെ കൽപ്പന അനുസരിച്ചിട്ട് यीशु मसीह की आज्ञा को मानकर അവനെ സ്നേഹിക്കാൻ പറ്റാതെ और उससे प्यार नहीं कर पाते हुए ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഗതികെട്ട അവസ്ഥയൊന്നോർത്ത് परमेश्वर के उपस्थिति में बैठने का वो बुरी अवस्था को सोचिए। യേശുവിനെ സ്നേഹിക്കാൻ പറ്റാത്തത് ഗതികേടാ. यीशु मसीह से प्यार ना करना ये सबसे बुरी अवस्था है।
ഈ ലോകത്തിലുള്ള മുഴുവൻ സ്നേഹങ്ങളും ഫേക്കാ. इस दुनिया का बाकी सारा प्यार नकली है ഒറ്റ സ്നേഹമേ ഉള്ളൂ ഒറിജിനൽ. और सब सिर्फ एक ही प्रेम है जो അതാ सच्चा है, യേശുവിന്റെ സ്നേഹം. वो यीशु मसीह का प्रेम है. അതറിയാൻ നീ ശ്രമിച്ചില്ലെങ്കിൽ, वो जानने के लिए अगर तू परिश्रम ആ नहीं करेगा, യേശുവിനെ നിനക്ക് സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ, उस यीशु से अगर तू प्रेम नहीं कर पाएगा, നിന്റെ ജീവിതം നരകതുല്യമാ. तेरा जिंदगी नरक के समान है. കൊണ്ട് നീ വാ തുറന്ന് പറ, इसके लिए तू मुंह खोल कर कह, അപ്പാ എനിക്ക് നിന്നെ സ്നേഹിക്കണം. परमेश्वर मुझे आपसे प्यार करना है. ഒരു പ്രാന്തമായ സ്നേഹം എന്താണോ അതെനിക്ക് വേണം. एक पागल के समान जो प्यार होता है वो നിന്നെ मुझे करना है. സ്നേഹിക്കുന്നതിൽ ഒരു പ്രാന്തനായി മാറും. आपसे जो प्रेम करता हो वैसे मुझे पागल बनना है. അങ്ങനെ പ്രാർത്ഥില്ല. जो प्रार्थना कर सकते हैं ऐसा प्रार्थना करें. സ്നേഹിക്കുന്ന വിഷയത്തിൽ ഒരു പ്രാന്തനാണ്. यीशु मसीह से जो प्रेम करता है पागल के समान करना है. ഇവിടെ നിന്റെ മേൽ കർത്തൃത്വം നടത്തുമെന്ന് വാദിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഈ പകൽ പൊട്ടുകയാ. और आपके ऊपर अधिकार रखने वाला वो अंधकार के स्तर अभी इस सुबह टूट रहा है. എനിക്കറിയത്തില്ല, मुझे पता नहीं, എന്നോട് ദൈവാത്മാവ് പറയുന്നു, पवित्र आत्मा कह रहा है മറഞ്ഞിരിക്കുന്ന, जो छिपा हुआ है, ഒളിച്ചിരുന്നുകൊണ്ട് जो रहस्य में छिपा हुआ है നിനക്ക് നേരെ പ്ലാൻ ചെയ്യുന്ന പ്ലാനുകൾ और तेरे खिलाफ बनाने वाले ഇപ്പോൾ योजनाएं, നീ പറയുന്ന ഈ വാക്കിന്റെ മുമ്പിൽ आप जो ये शब्द अभी कह रहे हो പൊട്ടി മാറുകയാ. अभी टूट कर हट रहा है. പിശാചിന്റെ പ്ലാനുകൾ शैतान का प्लान, പൊളിക്കുന്ന വാക്ക് ओ उसे तोड़ने वाला शब्द, യേശുവിനെ എനിക്ക് ओ यीशु को मुझे ഒരു ഭ്രാന്തനെ പോലെ സ്നേഹിക്കണം. मुझे यीशु से पागल के समान प्यार करना ഓ, है. നീ വാ തുറന്നത് പറ. तू मुंह खोल कर कह, പൊളിയട്ടെ. वो टूटने दे. പിശാചിന്റെ शैतान का പദ്ധതികൾ പൊളിയട്ടെ. उसकी योजनाएं टूट जाने दे. ഉറാബക സാന്തുരാദകൾ പ്രൗഢ അർബന സഗദുന അടഗസിയ വൈഡ പ്രൗഢബല ബഹതുര ജഗദന അർബന സഗദല പ്രൗഢബല അർബന സഗദല ഘടകസിയ. पागल के समान നിന്റെ സ്നേഹം आपका प्रेम പൈശാചിക കോട്ടകളെ ഇളക്കട്ടെ. शैतान के उस तंबू को हिला दे. പിശാച് അടച്ച മേഖലകളെ പൊളിക്കട്ടെ. शैतान ने बंद किया हुआ स्तर वो तोड़ दे. വാഗ്ദത്തം പറഞ്ഞതിനെ തടുക്കാൻ നോക്കുന്ന പ്ലാനുകൾ പൊളിയട്ടെ. वायदे को रोकने वाला वो सारा योजना भी टूट जाए. വാ തുറന്ന് പറ, मुंह खोल कर कह, എനിക്ക് സ്നേഹിക്കണം. मुझे प्यार करना है മറ്റൊന്നിനെയല്ല, और कुछ भी नहीं, മറ്റൊന്നിനെയല്ല, और कोई चीज से प्यार नहीं, യേശുവിനെ, पर मेरे यीशु से प्यार करना है. मेरे यीशु ഒരു से ഭ്രാന്തനെ പോലെ पागल के समान എനിക്ക് യേശുവിനെ സ്നേഹിക്കണം. मुझे यीशु से प्यार करना है. ओ राबा बाबा सामने रे. हालेलुया हालेलुया हालेलुया. आल राबा शामदारा सांदेरे. आशाता राबा അർബന സകദന പ്രൗഢബ അർബന സകദല ഘടകസിയാന सांदारा बाला बाबा. റബന ഹദുന രഗദന. യേശുവിനെ എനിക്കൊരു ഭ്രാന്തനെ പോലെ यीशु मसीह को मुझे एक पागल के എനിക്ക് समान സ്നേഹിക്കണം. मुझे प्यार करना है. മറ്റൊന്നിനെ എനിക്ക് സ്നേഹിച്ചില്ലേലും और कोई भी चीज से मैं प्यार नहीं എനിക്ക് करूं, യേശുവിനെ मुझे यीशु से എല്ലാറ്റിലും അധികം സ്നേഹിക്കണം. सबसे ज्यादा प्यार करना है. യേശു മാത്രമാ ദൈവം. सिर्फ यीशु मसीह ही प्रभु है. हाँ, യേശുവിന് മാത്രമേ സകലതും കഴിയൂ. और सिर्फ यीशु मसीह के लिए सब कुछ संभव है. മറ്റുള്ളതെല്ലാം ഫോഷ്കാ. बाकी सब नकली है. യേശു മാത്രം കർത്താവ്. सिर्फ यीशु मसीह प्रभु है. യേശു മാത്രം ഉടയവൻ. सिर्फ यीशु मसीह ही मालिक യേശു है. മാത്രം ദൈവം. सिर्फ यीशु मसीह അതുകൊണ്ട് परमेश्वर. എനിക്ക് യേശു മതി. इसलिए मुझे यीशु ही काफी है. യേശു മാത്രമാണ്. यीशु ही काफी है. യേശു മാത്രം. यीशु ही काफी है.
വായികളെ തുറക്കുക. अपने मुंह को खोलिए എല്ലാവരും കൂടെ ഒരേ സ്വരത്തിൽ और एक साथ एक स्वर में വാ തുറന്ന് പറഞ്ഞാട്ട് अपने मुंह खोलकर इस गीत को गाइए। യേശു മാത്രം മതി. यीशु ही काफी है। യേശുവിനെ ഞങ്ങൾക്ക് സ്നേഹിക്കണം. मुझे यीशु से, हमें यीशु से प्यार करना है, എത്രത്തോളം കരുത്തോടെ സ്നേഹിക്കണം. पूर्ण बल के साथ प्यार करना है। ഞങ്ങളുടെ ജീവിതത്തിൽ കഴിയാവുന്ന ഏറ്റവും ടോപ്പ് രീതിയിൽ യേശുവിനെ ഞങ്ങൾക്ക് സ്നേഹിക്കണം. हमारे जिंदगी में सबसे ऊंचे स्तर में हमें उससे प्यार करना है। ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, हमारे स्वर्गीय पिता, ഈ നല്ല സമയത്തിന് നന്ദി. इस सुंदर समय के लिए धन्यवाद। ഞങ്ങളോട് പറഞ്ഞ നിന്റെ ശബ്ദത്തിന് സ്തോത്രം. हमसे जो आपने वाणी बांटा इसके लिए धन्यवाद। ഈ തലമുറയിൽ इस पीढ़ी में വ്യത്യസ്തരായി, जो है अनोखे बनकर, യുണീക്കായി, बहुत ही अलग बनकर കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടമായി ഞങ്ങളെ മാറ്റണം. परमेश्वर से अलग रूप से प्यार करने वाला एक झुंड हमें बना दे। പ്രാർത്ഥന കേട്ടതാ. प्रार्थना सुना इसके लिए धन्यवाद। മഹത്വം അങ്ങേക്ക്. महिमा आपको, ഈ ജനത്തെ നിന്റെ കൈ തരുന്നു. आपके इस जन को आपके हाथों में देते हैं। യേശു വളരെ വ്യത്യസ്തമായി ചേർത്ത് നിർക്കുന്ന ഒരു കൂട്ടമാക്കി ഞങ്ങളെ മാറ്റിക്കട്ടെ. और परमेश्वर यीशु मसीह बहुत ही अनोखे रूप से करीब में रखने वाला एक झुंड ഞങ്ങളോട് हमें बना दे। സംസാരിച്ച ശബ്ദത്തിനായി സ്തോത്രം. हमसे बातें की हुई वाणी के लिए धन्यवाद। മഹത്വം അങ്ങേക്ക്. महिमा आपको, യേശു ക്രിസ്തുവിൻ നാമത്തിൽ. यीशु मसीह के नाम में इस प्रार्थना को पूछते हैं। പിതൃപുത്ര പരിശുദ്ധാത്മാവാകും ത്രിയേക ദൈവത്തിന്റെ എല്ലാ കൃപകളും സ്നേഹവും കരുതലും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. पिता पुत्र पवित्र आत्मा का प्रेम, उसकी कृपा और संगति हम सभी के साथ सदा बनी रहे। ആമേൻ, आमेन, ആമേൻ, आमेन, ആമേൻ. आमेन। നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. हमको जय दिया हुआ परमेश्वर को धन्यवाद देंगे। God bless you all.